കാർ കഴുകി മാത്രം ഈ രാജ്യത്ത് ജീവിക്കുന്ന ആൾക്കാരെ മാസത്ര വരുമാനം ഉണ്ടാക്കുന്നുണ്ടാവും എന്നുള്ള സംശയം തീർത്ത വ്ളോഗാണിത്. അപ്പൊ ഇന്ന് ഞാൻ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് വണ്ടി ആകെ പൊടിയായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വേണ്ടത് വെച്ച് പെയ്ത മഴന്റെ ഉപകാരമാണത്. ഇനിയിപ്പോ അത് ക്ലീൻ ആക്കണല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ക്ലീനർമാരൊക്കെ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ടാവും എന്നുള്ള സംശയിച്ചത്. ശരിക്കും അവർക്ക് ഇവിടുത്തെ ചെലവ് നാട്ടിലത്തെ ചെലവൊക്കെ നോക്കാനുള്ളത് കിട്ടുന്നുണ്ടാവോ? അപ്പൊ എന്റെ റൂമിന്റെ അടുത്തെത്തി. ഈ കാണുന്ന ബിൽഡിംഗിലാണ് ഞാൻ താമസിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട്. ഞാൻ രാവിലെ ആവുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ക്ലീനർ വന്നിട്ട് ക്ലീൻ ആക്കി പോകാറാണ് പതിവ്. ഇവിടെ ഈ കാർ വാഷ് പരിപാടികളൊക്കെ ചെയ്യുന്നത് കൂടുതലും ബംഗ്ലാദേശികളാണ്. ഇതുപോലത്തെ സൈക്കിൾ മേണ് ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതും യാത്രയും. അപ്പൊ സാധാരണ ഞാൻ കൊടുക്കുന്നത് ഒരു മാസത്തിൽ 5 ദിനാർ, അതായത് ഏകദേശം 1100 റുപ്യോളാണ്. അതിൽ തന്നെ ഒരു 15 പ്രാവശ്യമെങ്കിലും വാഷ് ചെയ്ത് തരും. നമ്മൾ സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ദിനാർ കൊടുക്കണം, അതായത് ഒരു 230 റുപ്യ. അപ്പൊ എനിക്കറിയണ ഹിന്ദിയൊക്കെ വെച്ചിട്ട് ഞാൻ ആളോട് കാര്യങ്ങൾ ചോദിച്ചു. आता है आपका 200 दिनार, 200 आपका 20 दिनार. इसके अंदर खाना, रूम सब कुछ है इसके अंदर. അതായത് ഏകദേശം ഒരു 46,000-50,000 റുപ്യ ഉണ്ടാവും. അതിന് റൂം റെന്റ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30,000 റുപ്യ എന്തായാലും കൈ കിട്ടുന്നതാണ് മൂപ്പര് പറഞ്ഞത്. അതൊരു ഡീസന്റ് എമൗണ്ട് ആണ് കേട്ടോ. ഓരോ ജോലിക്ക് അതിൻ്റെതായ റെസ്പെക്റ്റോളം ഉണ്ടല്ലോ. ഞാൻ ആൾക്കൊരു ഷെയ്ക്ക് ഹാൻഡും കൊടുത്ത് റൂമിൽ കയറി ഫുഡും കഴിച്ച് ഒരു പടവും കണ്ടിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.